ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഒരു വേള ചൈന ആയിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത്. എന്നാൽ കേരളത്തിലെ കാര്യം പരിഗണിക്കുമ്പോൾ ജനസംഖ്യാ വളർച്ചാ നിരക്ക് 0-ലേക്കാണ് നീങ്ങുന്നത്. വളരെ കുറഞ്ഞ ഫെർട്ടിലിറ്റി നിരക്കും സ്ഥിരതയുള്ള മരണനിരക്കുമുള്ള കേരളം 25 മുതൽ 30 വർഷത്തിനുള്ളിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് 0 കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന നഗരവൽക്കരണ റിപ്പോർട്ട് അനുസരിച്ച് കേരളം ഇതിനകം നെഗറ്റീവ് ജനസംഖ്യാ വളർച്ചയാണ് നേരിടുന്നത്. ജനന മരണ നിരക്ക് ഒരേ നിലയിൽ കുറയുകയാണെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യാ വളർച്ച 0 നിലയിലെത്തും. ജനസംഖ്യയിലെ വളരെ കുറഞ്ഞ സ്വാഭാവിക വർധനവ്, കുറഞ്ഞ ഫെർട്ടിലിറ്റി നിരക്ക്, സ്ഥിരതയുള്ള മരണനിരക്ക് എന്നിവയെല്ലാം കേരളത്തിലെ ജനസംഖ്യാ പരിവർത്തനത്തിൻ്റെ ഘട്ടങ്ങളെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. കേരളത്തിലെ യുവജനങ്ങളെല്ലാം തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം അവർ അന്യ സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പോകുന്നതും കൂടുതൽ പ്രായമായ ആളുകൾ മാത്രം ഇവിടെ അവശേഷിക്കുന്നതുമെല്ലാം ജനസംഖ്യാ വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാകുന്നു. കൂടാതെ നല്ലൊരു സംഖ്യ തൊഴിലാളികളുടെ ക്ഷാമവും ഉണ്ടാകുന്ന കാരണം ഉയർന്ന നിലവാരമുള്ള ജീവിത രീതി കൈവരിക്കാൻ യുവജനങ്ങളെല്ലാം തന്നെ അന്യരാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് നിന്നുള്ള കുടിയേറ്റവും പ്രത്യുൽപാദന ശേഷി കുറവുമാണ് ജനസംഖ്യാ വളർച്ച കുറയാൻ കാരണമാകുന്നതെന്ന് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് വകുപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. മറ്റൊരു വിഷയം, ഇപ്പോഴുള്ള ന്യൂജൻ യുവാക്കളും യുവതികളും പാശ്ചാത്യ ജീവിത രീതികളോട് കൂടുതൽ അനുകമ്പ കാണിക്കുന്നു എന്നുള്ളതാണ്. പഴയ പോലെ മാരേജ് ചെയ്ത് കുട്ടികളായി ജീവിക്കുക എന്നുള്ള സങ്കല്പങ്ങളെല്ലാം അകന്നുകൊണ്ടിരിക്കുന്നു. ലിവിങ് ടുഗദർ സിസ്റ്റം വർദ്ധിക്കുന്നു. ഇതുകൂടാതെ ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗം യുവാക്കൾക്കിടയിലും യുവതികൾക്കിടയിലും നിയന്ത്രണാതീതമായി വർദ്ധിക്കുന്നു. ഇപ്പോൾ പുറത്തിറങ്ങുന്ന സിനിമകൾ പോലും പുതുതലമുറകളെ വഴിതെറ്റിക്കുന്നതിന് കാരണമാകുന്നു. കാരണം അടി, വെട്ട്, കുത്ത്, പിടിച്ചുപറി, വയലൻസ്, ലഹരിയുടെ ഉപയോഗം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്താണ് ന്യൂജൻ സിനിമകൾ പോലും പുറത്തിറങ്ങുന്നത്. ഒന്നിനും ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കും. കാരണം കേരളം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ മുൻപന്തിയിലാണ്. കൊലപാതകം, ആക്രമണം, ബലാത്സംഗം അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളും പെരുകി വരുന്നു. നിലവിൽ കേരളത്തിലെ ജനസംഖ്യ 3.34 കോടിയാണ്. ഇത് ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയുടെ 2.7%. ഇത് രാജ്യത്തെ ഏറ്റവും താഴ്ന്നത് തന്നെയാണ്. വാർഷിക ജനസംഖ്യാ വളർച്ചാ നിരക്ക് 0.5%. ഇത് രാജ്യത്തിലെ ഏറ്റവും താഴ്ന്നതുമാണ്. ഒരു ചതുരശ്ര കിലോമീറ്ററിന് 859 ആളുകളുള്ള കേരളത്തിൽ ഉയർന്ന ജനസാന്ദ്രതയുണ്ട്. ദേശീയ ജനസംഖ്യാ വളർച്ചാ നിരക്കിനെ അപേക്ഷിച്ച് ചരിത്രപരമായി കേരളത്തിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് വളരെ കുറവ് തന്നെയാണ്. നഗര കേന്ദ്രീകൃത വികസന പഠന കേന്ദ്രത്തിൻ്റെ പഠനമനുസരിച്ച് 2011 സംസ്ഥാനത്ത് നിന്ന് 22.8 ലക്ഷം പേർ വിദേശത്താണ് താമസിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലും താമസിക്കുന്നവരും കുടിയേറ്റക്കാരുടെ എണ്ണവും 9.31 കണക്കാക്കപ്പെടുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ, പ്രത്യേകിച്ച് പശ്ചിമ ബംഗാൾ, ഒഡീഷ, വടക്ക് കിഴക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ ഇതിനകം ആശ്രയിക്കുന്ന കേരളം ഭാവിയിൽ കാർഷിക മേഖലയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും തൊഴിലാളി ക്ഷാമം നേരിടുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതായത് കേരളത്തിൽ ഇപ്പോൾ ഏകദേശം 3 ദശലക്ഷം കുടിയേറ്റ തൊഴിലാളികളുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും നിർമ്മാണ മേഖലയിലും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളിലുമാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. ഇനിയെങ്കിലും കേരളത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം യുവാക്കളുടെയും യുവതികളുടെയും, അതായത് യൂത്ത് എംപവർമെൻറ്റ് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണമെന്നുള്ളതാണ്. കാര്യം അവർ ഒരിക്കലും ഉന്നത പഠനത്തിന് ശേഷം മറ്റ് സംസ്ഥാനങ്ങളിലോ അന്യരാജ്യങ്ങളിലോ ആശ്രയിക്കാതെ ഇവിടെ തന്നെ നല്ല മാന്യമായിട്ടുള്ള സാലറിയിൽ, നല്ല ഉയർന്ന വേതനത്തിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് അവരെ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ താമസിക്കാൻ ഇടവരുത്തണമെന്നുള്ളതാണ്.